ഇന്ന് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കോർണിഷ് ബീച്ചിലേക്കായിരുന്നു പോയത്. വൈകുന്നേരം അവിടെ ഒന്ന് കറങ്ങിയടിച്ച് വരാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയതാ. ഞാനും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയും മിലനും എൻ്റെ ഫ്രണ്ട്സും അവരുടെ പിള്ളേരും. അങ്ങനെ ഞങ്ങളൊക്കെ എല്ലാവരും കൂടെ കൂടിയിട്ട് പോയൊരു ട്രിപ്പായിരുന്നു കേട്ടോ. മിലൻകുട്ടന് പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവനെ പുറത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊന്നും എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് അവൻ്റെ ഹാപ്പിനെസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഓഫുള്ള ദിവസങ്ങളിലെല്ലാം അവനെ ഞാൻ പുറത്ത് കൊണ്ടുപോകും. അങ്ങനെ പോയൊരു ട്രിപ്പായിരുന്നു ഇത്. എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ ബഹളത്തിലായിരുന്നു. ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് ചെയ്യാനും എല്ലാവരും അതിൻ്റെ ഒരു ബഹളമായിരുന്നു അവിടെ. അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഈവനിങ് ടൈമിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ട് ഒരു പ്രത്യേക ഭംഗി. എല്ലാവരും സൂര്യൻ്റെ അസ്തമയനം കാണാനായിട്ട് അവിടെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. വെലങ്കുട്ടനാണെങ്കിൽ യാതൊരു കൺട്രോളും ഇല്ലാതെ വിലക്ക് നടക്കുന്നത്. ഞങ്ങൾ അവൻ്റെ കയ്യിലൊക്കെ പിടിക്കുമ്പം അവന് കൈ പിടിക്കാൻ ഇഷ്ടമല്ല. അവന് തന്നെ നടക്കണം, തന്നെ എങ്ങാണ്ടോട്ടൊക്കെ ഓടിപ്പോകുന്നു. അങ്ങനെയായിരുന്നു. മിലനെ ഇരുത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ആക്ച്വലി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ മിലൻ അതിനകത്ത് ഇരിക്കാനേ കൂട്ടാക്കുന്നില്ല. അവനിങ്ങനെ കളിച്ച് ചിരിച്ച് അലക്കണം നടക്കുമായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് അവനങ്ങനെ കുറച്ച് നേരം ടയേർഡായി കഴിയുമ്പോൾ അവൻ നമ്മൾ എടുക്കേണ്ട വരുമായിരിക്കും. അപ്പോൾ അവനെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടയേർഡാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ട്രോളിങ് ചോദിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് വന്നത്. പക്ഷേ ആ ട്രോളി ഞങ്ങൾക്ക് പിന്നീടൊരു ബാധ്യതയായിപ്പോയി. പിന്നെ ഒരു 6 മണിക്ക് ശേഷമൊക്കെ അവിടെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് സൂര്യനൊക്കെ അസ്തമിച്ച് കഴിഞ്ഞ് നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട്. അവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു, കെരാക്റ്റി. പക്ഷേ അത് മിലൻ്റെ മേത്തോട്ട് ചൂടറിയായിരുന്നു. മിലൻ്റെ മേത്തോട്ട് വീണ അവൻ്റെ ഷർട്ട് മൊത്തം ചീത്തയായി. പിന്നെ ഞാൻ അവനെ വേറെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു, സെറ്റാക്കി. പിന്നെയാണ് ഈവനിങ് നടത്തം തുടങ്ങിയത്. ആ പാർക്കിലൂടെ കുറേ സമയം ഞങ്ങൾ നടന്നു. പിന്നെ ആ പാർക്കിൽ കുഞ്ഞു പിള്ളേർ കളിക്കാനുള്ള ചെറിയ ചെറിയ ഊഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ അവൻ കുറച്ച് പ്രാവശ്യമൊക്കെ കയറി. പിന്നെ ആ സ്ലൈഡറിനകത്തൊക്കെ ഒന്ന് കയറിയായിരുന്നു. പിന്നെ ഇത് ഞങ്ങളുടെ കൂടെ എൻ്റെ കൂടെ വന്നൊരു കൊച്ചിൻ്റെ മോളാണ്. അവളുടെ പുറകിൽ ഇങ്ങനെ നടപ്പുണ്ടായിരുന്നു മിലൻ. പിന്നെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫുഡൊക്കെ ബുക്ക് ചെയ്തിട്ടിരിക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചിക്കൻ പെരി പെരി വാങ്ങിച്ചു. പിന്നെ പ്രോൺസ് ഫ്രൈ വാങ്ങിച്ചു. അമ്മ വാങ്ങിച്ചത് അപ്പവും ചിക്കൻ കറിയായിരുന്നു. എനിക്ക് സിഷൻ ഫ്രൈഡ് റൈസ് ഓർഡർ ഇട്ടു. ആശ പ്ലെയിൻ ഫ്രൈഡ് റൈസ്, ശ്രീകുട്ടി ചേച്ചിയും പ്ലെയിൻ ഫ്രൈഡ് റൈസ് അങ്ങനെ കഴിച്ചത്. എനിവേ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. വയറെല്ലാം നിറഞ്ഞു. മേലങ്കൂട്ടിന് ഞാൻ വാങ്ങിച്ചത് ഒരു ഓംലേറ്റ് ആയിരുന്നു. ഇതൊക്കെ കഴിക്കുമ്പോൾ അവന് എരിവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മ പാലപ്പം വാങ്ങാനുള്ള കാരണം മിലനേയും കൂടെ ഓർത്തിട്ടാണ്. പക്ഷെ പാലപ്പം ഒന്നും മിലൻ കഴിച്ചില്ല. അവനൊരു ഓംലേറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൻ സെറ്റായി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഒരു 9:30 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി.